ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം UDF-ൽ നിലവിൽ പുതുപ്പള്ളി MLA ആണെങ്കിലും അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ തനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി KPCCയോട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. വളരെ സൗമ്യമായി തന്നെയാണ് ആ കാര്യങ്ങൾ അവതരിപ്പിച്ചതും. അബിൻ വർക്കിയുടെ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. കേരളത്തിൽ കോൺഗ്രസിനിടയിൽ വലിയ രീതിയിൽ തരംഗമുണ്ടാക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം തനിക്ക് ലഭിക്കാത്തത് താൻ ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ള വ്യക്തി ആയതുകൊണ്ടാണോ എന്ന് എടുത്തു തന്നെ അബിൻ വർക്കി മാധ്യമങ്ങളോട് ചോദിച്ച് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ചാണ്ടി ഉമ്മന്റെ നോമിനിയാണ് അബിൻ വർക്കി എന്ന വലിയ രീതിയിലുള്ള ഒരു റൂമർ അവിടെ പടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ടത് ചാണ്ടി ഉമ്മൻ അദ്ദേഹം വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു നേതാവൊന്നുമല്ല. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ബേസിസിൽ മാത്രം നേതാവായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇനിയും പ്രാവർത്തികമായി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വിടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുരട്ട് ന്യായം പറയാൻ വേണ്ടിയോ ഇറങ്ങരുത് എന്ന ഉപദേശമാണ് പല നേതാക്കളും കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് കഴിവുണ്ട്, കാലിബറുണ്ട്, അദ്ദേഹം മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. എടുത്തു പറയേണ്ടത് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വോട്ട് പിടിച്ച ആ സാഹചര്യങ്ങളെ പറ്റിയുള്ള വിലയിരുത്തൽ തന്നെയാണ്. റീൽസുകൾ ഇട്ട് സ്റ്റാർ ആവാൻ വേണ്ടി നോക്കുകയാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും. എന്നാൽ ചാണ്ടി ഉമ്മൻ അങ്ങനെയല്ല എന്ന് പല മാധ്യമപ്രവർത്തകരും പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്തിനാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്? അത് വലിയ രീതിയിൽ ചർച്ചയാവും. ഈ പറയുന്നവരാരും കോൺഗ്രസിൻ്റെ നന്മയോ അല്ലെങ്കിൽ കോൺഗ്രസ് ബഹുദൂരം മുന്നേറണമെന്നോ ആഗ്രഹിക്കുന്നവരല്ല. തമ്മിൽ തല്ലുക, തകർക്കുക, പരസ്പര മത്സരബുദ്ധി പലർക്കും തോന്നുക, അതിലൂടെ കാലുവാരുക. കോൺഗ്രസ് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇത്രയധികം ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പിൽ കാലുവാരാറില്ല എന്നുള്ളത് ഉദാഹരണ സഹിതം തന്നെ പറയാൻ കഴിയും. അതിൻ്റെ ജീവിച്ചിരിക്കുന്ന പല പ്രതിനിധികളും ഇപ്പോഴുണ്ട്. രമേശ് ചെന്നിത്തല കാലുവാരലിന് വിധേയമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കെ മുരളീധരനും VM സുധീരനും ഒക്കെ കാലുവാരലിന് വിധേയനായിട്ടുള്ളവരാണ്. ഇവരുടെയൊക്കെ ജീവിത പശ്ചാത്തലം നോക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും ഏതൊക്കെ രീതിയിലാണ് അവരെ തകർക്കാൻ, അവരെ മാനസികപരമായി ഉപദ്രവിക്കാൻ പിടിമുറുക്കുന്ന പല കാര്യങ്ങളും നടത്തിയിട്ടുള്ളത്. ഇവിടെ എടുത്തു പറയേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ട് തന്നെ പല മുതിർന്ന നേതാക്കളും വീണ്ടും മത്സരിക്കേണ്ടതാണ് എന്നുള്ള ആവശ്യം ഹൈക്കമാൻഡ് തന്നെ പറയുകയാണ്. നിലവിൽ കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എടുത്തു മാറ്റിയതുൾപ്പെടെ പല കാര്യങ്ങളിലും വലിയ മനോവിഷമം പല ആളുകൾക്കിടയിലും ഉണ്ടായിട്ടുള്ളത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന ചർച്ച വന്നിരിക്കുന്നു.